ഗുജറാത്തിലെ വഡോദര ജില്ലയിലെ പാദ്രയിൽ പാലം തകർന്നു വീണ് 9 മരണം. ഗംഭീര പാലമാണ് തകർന്നു വീണത്. രാവിലെ 7:30യോടെയാണ് സംഭവം. മിഥുൻ മഹിസാഗർ നദിയിലേക്ക് വാഹനങ്ങൾ വീണാണ് അപകടമുണ്ടായത്. മിഥുൻ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ പാലം പഴക്കമുള്ള പാലമാണോ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ശ്രീജ, ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ അരങ്ങേറിയിരുന്നു. അതിനു പിന്നാലെയാണ് ഈ വാഹനങ്ങൾ പോകുന്ന ആ സമയത്ത് തന്നെയാണ് ഇത് ഇടിഞ്ഞു വീഴുകയുണ്ടായത്. ഈ സമയത്ത് 3 വാഹനങ്ങൾ ഈ മഹിസാഗർ നദിക്ക് കുറുകെ വീഴുകയായിരുന്നു. ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്ന്. ഈ 3 വാഹനങ്ങൾ, അതായത് ഒരു ട്രക്കും ഒപ്പം തന്നെ ഒരു വാൻ, ഒരു കാർ എന്നിവയാണ് പാലത്തിലേക്ക് പതിക്കുകയും ചെയ്തത്. ഇതിലുണ്ടായിരുന്നവരാണ് ആദ്യം 10 പേരെ, സമീപവാസികളാണ് ഈ അപകടം ആദ്യം കാണുന്നത്. അവർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അതിൽ ആദ്യം തന്നെ 8 പേരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. ഇവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവരിൽ പിന്നീട് ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിരുന്ന വിവരം. അവർക്ക് അതിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ജീവഹാനി സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ ആർക്കും മരണം സംഭവിക്കുമെന്ന് ആരും കരുതിയെന്നല്ല. ഇപ്പോൾ 9 പേർ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, ഈ പാലം തകരാനുള്ള കാരണം, ഒപ്പം തന്നെ ഇതിലേതെങ്കിലും തരത്തിൽ നടപടിയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഈ പാലം പണിയുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ആരോപണങ്ങളിൽ എന്താണ് വസ്തുത, അതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉടൻ തന്നെ ഈ മേഖല സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ പാലം എന്ന് പറയുന്നത് മധ്യ ഗുജറാത്തിനും ഒപ്പം തന്നെ സൗരാഷ്ട്രയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കണക്ടറാണ്. ആ പാലമാണ്, അത് ആ സ്ട്രെച്ചറാണ് ഇടിഞ്ഞു വീഴുകയും ചെയ്തത്. ഇവിടെ രാവിലെ 7:30 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കൂടുതൽ വാഹനങ്ങൾ ആ സമയത്ത് കടന്നു പോകാത്തതാണ് വലിയൊരു അപകടം എന്തായാലും ഒഴിവാവുകയും ചെയ്തു. ഈ സമയം ആ കുറുകെ പോയ 3 വാഹനങ്ങളാണ് ഈ മഹാസാഗർ നദിക്ക് കുറുകെ വീഴുന്നത്. ആ പാലത്തിന്റെ പേര് എന്ന് പറയുന്നത് തന്നെ ഒരു ഗംഭീര പാലം എന്ന് തന്നെയാണ്. അങ്ങനെ അത്രത്തോളം വലിയ ഒരു കണക്ടിവിറ്റി ആ പാലം ത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നതായിരുന്നു. കാരണം ഈ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയില്ല എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പാലത്തിൽ പലയിടങ്ങളിലും വിള്ളലുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിൻ്റെ തൂണുകളിൽ വിള്ളൽ രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയരുകയും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാപകമായ പ്രതിഷേധവും നടത്തുകയും ചെയ്തതാണ്. പക്ഷേ അതിലൊന്നും അധികാരികൾ കണ്ണു തുറന്നില്ല എന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 7:30 കൂടിയാണ് ഈ പാലം കുറുകെ തകർന്നു വീഴുകയും അതിൽ 9 പേർ മരണപ്പെടുകയും ചെയ്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മഹിസാഗർ നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന 4 വാഹനങ്ങളാണ് പുഴയിലേക്ക് വീണ് ഈ അപകടമുണ്ടായത്. മറ്റു വാർത്തകൾ കൂടി